മാറുന്നില്ല. ഒരു 2-3 ആഴ്ചയായി മൂക്കൊലിപ്പ് മാറാതെ നിൽക്കുന്നു. സിട്രസിൻ മരുന്ന് കൊടുക്കുന്നുണ്ട്, കുറയുന്നില്ല. മൂക്കിൽ നിന്ന് വരുന്നതിനൊപ്പം നിറവ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ഒരു മൂക്കിൽ നിന്നായിരുന്നു ഈ ഡിസ്ചാർജ് വന്നിരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞതനുസരിച്ച് കുഞ്ഞിനെ പരിശോധിക്കുകയും കൂടുതൽ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കണ്ടത് കുഞ്ഞിന്റെ മൂക്കിൽ ഒരു ഫോറിൻ ബോഡിയാണ്, അതായത് ഒരു മുത്തായിരുന്നു, ഇതുപോലൊരു മുത്തായിരുന്നു കുഞ്ഞിന്റെ മൂക്കിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ അമ്മമാർ അറിയേണ്ട പ്രധാന കാര്യം, പലപ്പോഴും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ മൂക്കിൽ ഡിസ്ചാർജ് മാറുന്നില്ല എന്ന് പറഞ്ഞ് വരുന്ന കുട്ടികളിൽ ഒറ്റ മൂക്കിൽ നിന്നാണ് ഡിസ്ചാർജ് വരുന്നത്, ഒരു 2-3 ആഴ്ചയായിട്ട് മാറാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും എവാലുവേറ്റ് ചെയ്യണം. പലപ്പോഴും ഒരു മൂക്കിലെ ഡിസ്ചാർജ് മാത്രമാണ് ഫോറിൻ ബോഡി എന്ന് ധരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ ചില കുട്ടികളിലെങ്കിലും 2 മൂക്കിലും കാണാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൂക്കിലെ ഡിസ്ചാർജ് 2-3 ആഴ്ചയായി മാറുന്നില്ല, നാറ്റം വരുന്നു, ഫൗൾ സ്മെല്ല് വരുന്നു, ബ്ലഡിന്റെ അംശമുണ്ട്, അല്ലെങ്കിൽ നിറവ്യത്യാസം കാണുന്നെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കണം. ENT ഡോക്ടറെ ചിലപ്പോൾ കാണേണ്ടി വരും, കണ്ടിട്ട് ഇവാലുവേഷൻ ചെയ്യേണ്ടി വരും. അത് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിനകത്ത് ഫോറിൻ ബോഡി ഉണ്ടോ എന്ന്. അപ്പോൾ മൂക്കിലെ ഡിസ്ചാർജ് എല്ലാം ജലദോഷമല്ല, ചിലപ്പോഴൊക്കെ ഫോറിൻ ബോഡിയാവും. പലപ്പോഴും മുത്തുകൾ കാണാറുണ്ട്, പൊട്ട് കാണാറുണ്ട്, ഫൈബർ കാണാറുണ്ട്. കുഞ്ഞുങ്ങളല്ലേ, കുസൃതിയുടെ ഭാഗമായി എന്ത് വേണമെങ്കിലും അവരെടുത്ത് മൂക്കിലേക്ക് പേപ്പർ ചുരുട്ടി വെക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പൊട്ട്, ഫോറിൻ ബോഡിയൊക്കെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്.